ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നിരന്തരമായി എന്തിനെക്കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതുതന്നെ ആയിത്തീരുന്നു എന്ന കാര്യം. അതാണ് സത്യം. ഇറ്റ്സ് എ ഫാക്ട്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. നമ്മുടെ എല്ലാ ചിന്തകളും ഊർജമാണ്. ഓൾ തോട്ട്സ് ആർ എനർജി. ആ ഊർജം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാനാകും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് തോട്ട്സ്. ഇറ്റ് ലീഡ്സ് ടു യു സക്സസ്. നിങ്ങളെ ജീവിതത്തിലൂടെ നയിച്ചു കൊണ്ടുപോകുന്നത് ആ ഒരു ഊർജം തന്നെയാണ്. നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും അതേ റിസൾട്ട് തന്നെയാവും കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ചിന്തയുടെ വൈബ്രേഷൻ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വഴിതിരിച്ചു വിടുക. എന്തിനും ഏതിനും ദൈവത്തിനെ പഴിചാരുന്നതിനും പരാതി പറയുന്നതും നിർത്തുക. ഇത്തരം പ്രവർത്തനങ്ങൾ സമ്പന്നതയിലേക്കല്ല, നമ്മളെ ദാരിദ്ര്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഉള്ളതിൽ സന്തോഷിക്കുക, ഉള്ളതിന് നന്ദി പറയുന്നത് ഒരു ശീലമാക്കുക. എല്ലാത്തിലും ദോഷവും നല്ലതുമുണ്ടാകാം. ഇത് രണ്ടും നമുക്ക് സംഭവിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മൾ എന്തു ചെയ്യണം? ദോഷത്തിലും എന്തെങ്കിലും നമുക്ക് ഗുണമുള്ളതുണ്ടാകും. അതിനെ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ലെറ്റ് ഗോ ഇറ്റ്. അത് നല്ലതിനെന്ന് വിശ്വസിക്കുക. എല്ലാത്തിലും വിശ്വാസമാണ് വലുത്. മോശം കാര്യങ്ങൾ സംഭവിക്കുന്നതും മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് മാനസികമായി വളരാനും ശക്തരാവാനുമുള്ള പാഠങ്ങളാണ് എന്ന് വിശ്വസിക്കുക. അപ്പോൾ നാം അതിനും കൂടി നന്ദി പറയണം. നിങ്ങളുടെ വിജയത്തിൻ്റെയും മാനസികമായ വളർച്ചയുടെയും വഴിയിലെ വലിയ തടസ്സങ്ങളാണിവ. ഇതില്ലാതാക്കാതെ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാനാവില്ല, മുന്നോട്ട് വളരാനാവില്ല. വളർച്ച എന്ന് പറയുമ്പോൾ മാനസികമായ ഒരു ബോധതലത്തിലേക്കുള്ള, ഉയർന്ന ബോധതലത്തിലേക്കുള്ള ഒരു വളർച്ചയാണ്. നമ്മളോട് തെറ്റ് ചെയ്തവർക്കും മാപ്പ് കൊടുക്കുക. അതവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കവരോട് ദേഷ്യമുണ്ടെങ്കിൽ തന്നെ അത് കുറഞ്ഞു വരും. ദേഷ്യം മനസ്സിൽ നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സിനെ തന്നെ സ്ട്രെസ് ചെയ്യിക്കും. അത് നാം തന്നെ നമ്മുടെ മനസ്സിനെ അനാരോഗ്യകരമായ ഒരവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. മാപ്പ് കൊടുക്കുക, വിട്ടുകളയുക, ഫോർഗിവ്നെസ് ആൻഡ് ലെറ്റിംഗ് ഗോ, ഇവ രണ്ടും മനസ്സിൽ നിന്നും സ്ട്രെസ്സിനെ ഇല്ലാതാക്കാനുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ടൂൾസാണ്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശീലിക്കണം. ജീവിതത്തിൽ ഭയം, എനിക്കെന്തുകൊണ്ടിങ്ങനെ എന്നിങ്ങനെയുള്ള ആശങ്കകൾ, പരാതി പറച്ചിലുകൾ, അത് കൂടെയുള്ളവരോടാകാം, ദൈവത്തിനോടാകാം, ഇവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുക. ഇതെല്ലാം നിങ്ങളിലെ നെഗറ്റിവിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ പോലെ തന്നെ ദൈവത്തിനും പരാതികൾ കേൾക്കുന്നത് ഇഷ്ടമല്ല എന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് തന്നെ അവരിതൊന്നും കേൾക്കാൻ പോകുന്നില്ല. അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ നല്ലതു തന്നെയാണ്. അവിടുത്തെ ആ ഡിവൈൻ അറ്റ്മോസ്ഫിയർ നമുക്ക് നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതായി അനുഭവപ്പെടും. അവിടുത്തെ ആ അന്തരീക്ഷം നമ്മിൽ സൃഷ്ടിക്കുന്ന ഒരു വൈബ്രൻ്റാണ്. അമ്പലത്തിൽ പോയി നാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ എന്താണ് സാധാരണ പ്രാർത്ഥിക്കാറ്? ദൈവമേ, എനിക്കിത് ചെയ്തു തരണേ, അത് ചെയ്തു തരണേ, ഇങ്ങനെയൊക്കെയല്ലേ? എന്നാൽ അത് തികച്ചും തെറ്റായൊരു രീതിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകുന്നതും അതുകൊണ്ടാണ്. ദൈവം എന്താണ് തിരിച്ചു ചിന്തിക്കുക എന്നറിയുമോ? ഞാൻ പല അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് നന്ദി പറയുന്നതിന് പകരം അവർ വീണ്ടും വീണ്ടും എന്നോട് പരാതി പറയുകയും ആവശ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്തിന് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കണം? കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ പല സമ്മാനങ്ങളും ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ ദൈവത്തിന് വേണ്ടത് നിങ്ങളുടെ അകമഴിഞ്ഞ നന്ദി സമർപ്പണമാണ്. ആദ്യം ആ നന്ദി സമർപ്പണമാണ് നാം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാവാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്നറിയാം. പക്ഷെ അതിൽ ഏറ്റവും ആദ്യം പ്രധാനമായും നിർവഹിക്കപ്പെടേണ്ടതെന്ന് അവിടെ ഇരിക്കുന്ന ചൈതന്യത്തിന് അറിയണമെന്നില്ല. അത് നാം ആവശ്യപ്പെടുക തന്നെ വേണം.
ഒരിക്കലും അപേക്ഷിക്കരുത്. ആവലാതികളും പരാതികളും ഒഴിവാക്കുന്നതാണ് നല്ലത്. കരഞ്ഞുകൊണ്ടൊരിക്കലും ആ ചൈതന്യത്തിന് മുന്നിൽ നിൽക്കരുത്. സന്തോഷത്തോടു കൂടി വേണം നിൽക്കാൻ. സന്തോഷത്തോടെ, നിറഞ്ഞ ഹൃദയത്തോടെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ നന്ദി സമർപ്പിക്കുക. ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ളതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും. ആവശ്യങ്ങൾ പിന്നീടാവാം സമർപ്പിക്കൽ. ആ മഹാശക്തിക്ക് മുന്നിൽ സ്വയം കീഴടങ്ങുക. മതമേതോ ആകട്ടെ, ദൈവങ്ങൾ പല പേരുകളിലാവാം, എല്ലാം ഒരേ ചൈതന്യം തന്നെയാണ്. സറണ്ടർ യുവർ സെൽഫ് ബിഫോർ ദ പവർ. ഇതും ഒരു രീതിയിൽ പറഞ്ഞാൽ മെഡിറ്റേഷനാണ്. കുറച്ചു സമയത്തേക്ക് മറ്റെല്ലാം മറന്നുകൊണ്ട് പ്രാർത്ഥനയും കീഴടങ്ങലും ആ ദൈവത്തിന് മുന്നിൽ, ആ ചൈതന്യത്തിന് മുന്നിൽ. ഇങ്ങനെയാണ് നാം അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിക്കേണ്ടതും ചെയ്യേണ്ടതും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടും. അപ്പോഴേ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടിത്തുടങ്ങുള്ളൂ. നിങ്ങളെപ്പോഴും ഈ പ്രപഞ്ചശക്തിയിൽ പൂർണ്ണമായും വിശ്വസിക്കുക. വിശ്വാസത്തിൽ ആശങ്കയ്ക്കടിസ്ഥാനമില്ല. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. ഏത് നെഗറ്റീവ് സിറ്റുവേഷനിലും എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ, എല്ലാം നല്ലതിനാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും നിങ്ങളിൽ ഉണ്ടാവണം. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു വിഷമകരമായൊരു സിറ്റുവേഷൻ നിങ്ങളിലുണ്ടാക്കിയ സ്ട്രെസ്സ് തന്നെ താനേ കുറയുന്നതായി അനുഭവപ്പെടും. എല്ലാത്തിനെയും കൃത്യമായി ഡിസൈൻ ചെയ്ത് സൃഷ്ടിച്ച് ആരോ കീ കൊടുത്ത് പ്രവർത്തിക്കും പോലെ ഈ പ്രപഞ്ചവും സർവ്വചരാചരങ്ങളും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ വരെ കൃത്യമായ രീതിയിൽ ഇതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ എല്ലാറ്റിനും പിന്നിൽ ഒരു പവർ ഉണ്ടായിരിക്കുമല്ലോ, തീർച്ചയല്ലേ? അപ്പോൾ നിങ്ങൾ ആ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക. ഏത് പേരിലുള്ള ദൈവങ്ങളോ ആയിക്കോട്ടെ, നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ നിന്നും ഒഴിവാക്കാൻ ഇവ ഉരുവിട്ടുകൊണ്ടിരിക്കുക. എനിക്ക് സംഭവിക്കുന്നവയെല്ലാം നല്ല കാര്യങ്ങളാണ്, എല്ലാം നല്ലതിനാണ്. ഈ പ്രപഞ്ചം എനിക്ക് വേണ്ടി എല്ലാം നല്ല കാര്യങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് എന്താണോ എപ്പോഴാണോ ആവശ്യം അവയെല്ലാം എപ്പോഴും വേണ്ട സമയത്ത് പ്രപഞ്ചം എനിക്ക് നൽകാറുണ്ട്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ മനസ്സർപ്പിച്ച് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരാവാം, അങ്ങനെ പറഞ്ഞാലും മതി. ആ പ്രപഞ്ചശക്തിയിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. വിശ്വാസത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. പ്രപഞ്ചമേ, നിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ചൈതന്യമാണോ ആ പേര് പറഞ്ഞ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. All good things are happen to me. All is well. Universe gives me all what I need and where I need. I completely trust in universe. Thanks universe to all your blessings. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേയൊരു കാര്യമാണ്. ആദ്യം തന്നെ ഒരു നന്ദി പറച്ചിലോടെ ദിവസം തുടങ്ങുക. എന്തു പറയണം, എങ്ങനെ പറയണം? നിങ്ങൾ ഏതു ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് നന്ദി പറയാം. ജീവനോടെയും സന്തോഷത്തോടെയും ഞാനിതാ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു, അതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിന് നന്ദി പറയുന്നു. ഇന്നത്തെ എൻ്റെ മനോഹരമായ ദിവസത്തിന് നന്ദി. എൻ്റെ ഇന്നത്തെ ദിവസം മനോഹരവും സന്തോഷപൂർണവുമാക്കി തീർത്തതിന് നന്ദി. ദിവസം തുടങ്ങിയിട്ടേ ഉള്ളുവെങ്കിലും ആ ഒരു ദിവസം ആ രീതിയിൽ ഫീൽ ചെയ്തതുപോലെ വേണം നന്ദി പറയാൻ. അപ്പോൾ ഇതൊക്കെ ശീലമാക്കുക. നിങ്ങളുടെ മനസ്സിനും ലൈഫിനും തന്നെ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് പതിയെ അനുഭവിക്കാൻ കഴിയും. ഇതുവരെയും ഞാനിവിടെ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ടതിന് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.